ഉത്തര മലബാറിലെ ഏറ്റവും വലിയ തിരുമുടിയുടെ അവസാനഘട്ട പണികളാണ് ഇവിടെ മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് പുരോഗമിക്കുന്നത്. അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. 25-ന് രാവിലെയാണ് മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി നിവര ചടങ്ങ് നടക്കുന്നത്. ആ തിരുമുടിയുടെ അവസാനഘട്ട പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസത്തെ പണിയുണ്ട് ഈ തിരുമുടി? ഒരാഴ്ചത്തെ പണിയല്ലേ? ഒരാഴ്ചക്ക് ഏകദേശം ഒരു 10 ആള്, കുറയാണ്ട് 10 ആളുണ്ടാവും. ഇപ്പം എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? കവുങ്ങ്, മുള. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ തിരുമുടിയാണ് ഇതല്ലേ? എത്രയാണ് ഇതിൻ്റെ നീളം? 24.5 കോല് അളവാണ് തിരുമുടിക്കുള്ളത്. ഇപ്പോൾ ശ്രീ പോർക്കലി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാന ദേവതയുടെ തിരുമുടിയാണ്. 25-ന് കാലത്താണ് തിരുമുടി നിവരൽ. പ്രദേശങ്ങളിൽ നിന്ന് പോലും, അതായത് സംസ്ഥാനത്തിന് പുറത്തു നിന്ന് പോലും ഇവിടെ ആളുകൾ എത്താറുണ്ട് എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഈ ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി അണിയാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് 37 വർഷമായി തുടർച്ചയായിട്ട്. അപ്പോൾ മറ്റു തേക്കോലങ്ങൾ കിട്ടിയാടാറുണ്ടോ? ഏതൊക്കെ? അപ്പോൾ ഈ പോർക്കലി ഭഗവതിയുടെ തിരുമുടി നിവരം എന്ന് പറയുന്ന ഒരു അപൂർവ ഭാഗ്യമാണ്. അപൂർവം തന്നെ. കൂടുതൽ റിസ്ക് ഉള്ള ഒരു ഇത് കൂടിയാണല്ലേ. ഞാനിവിടെ വന്നിട്ടില്ലായിരുന്നു, അതാണ്. അപ്പോഴേ എങ്ങനെയാണ് ഇപ്പം ഈ തിരുമുടി നിവർന്നു കഴിഞ്ഞാൽ ഈ കവുങ്ങിൻ്റെ ഇടയിൽ, ഈ മരത്തടികളുടെ ഇടയിൽ ഒന്ന് ചലിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? അവിടെ തന്നെ തിരുമുടി അഴിക്കുന്നവരെ ഒരു സ്ഥലത്ത് തന്നെ. അപ്പോൾ ഇനിയും കൂടുതൽ കാലം ഇങ്ങനെ കെട്ടിയാടാൻ ഭാഗ്യം ഉണ്ടാകട്ടെ, അമ്മയുടെ കടാക്ഷം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തിരുമുടി അണിയുന്ന ശ്രീ വത്സൻ പെരുവണ്ണാനാണ്. അദ്ദേഹത്തിൻ്റെ വീട് പയ്യാവൂരല്ലേ? ഇവിടെ തന്നെ മാണിയൂർ സ്വദേശിയാണ്. ഞാൻ പയ്യാവൂരെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഭൂതത്തിൻ്റെ അനീഷ്, ഭൂതത്തിൻ്റെ തിരുമുടി അണിയുന്ന ശ്രീ അനീഷ് പെരുവണ്ണാനാണ്. പുള്ളിക്കാരൻ പയ്യാവൂർ സ്വദേശിയാണ്. കുന്നത്തൂർപ്പാടിയിലൊക്കെ ശ്രീനത്തപ്പ വെള്ളാട്ടൊക്കെ കെട്ടിയാടി ഏറെ പ്രസിദ്ധനാണ് അനീഷ് പെരുവണ്ണാൻ. അപ്പോൾ എങ്ങനെ ഭൂതത്താൻ തിരുമുടി കെട്ടിയാടുമ്പോൾ ഉള്ള ഭൂതത്തിൻ്റെ മാണിയൂർ പ്രദേശത്ത് അമ്മേൻ്റെ ഒരു കർഷകത്തോട് എത്തിയിട്ടുണ്ട്. 10-12 വർഷമായി ആ ഭഗവാന്റെ അടിയന്തരം കഴിക്കാൻ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ എന്തായാലും അനീഷ് പെരുവണ്ണാനും വരും വർഷങ്ങളിലും തുടർന്നും ഒക്കെ ഈ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ഭൂതത്താൻ തിരുമുടി കെട്ടുവാനും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കലശക്കാരനാണ് ചന്ദ്രൻ എന്ന പേര്, മാണിയൂർ സ്വദേശി തന്നെയാണ്. എത്ര വർഷമായി ഇവിടെ? 27 വർഷമായി ഇവിടുത്തെ കലശക്കാരനാണ്. എങ്ങനെ ഇവിടുത്തെ അനുഭവങ്ങൾ? പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഭഗവതിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാ ചടങ്ങുകളും പരമാവധി ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പിന്നെ കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ പറയാം ഏറ്റവും ഉയരം കൂടിയ തിരുമുടിയോട് കൂടിയ ഭഗവതിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത, പിന്നെ കേരളത്തിൽ എവിടെയും ഇല്ലാത്തൊരു തീക്കൊലാവുന്ന ഭൂതം ശിവഭൂതമാണ്. പിന്നെ
അർദ്ധരാത്രി വെളിച്ചമോ ആരുടെയും പരസഹായമില്ലാതെ കിലോമീറ്ററുകളോളം കാടും വയലും ചടിയും താണ്ടി ഒറ്റക്ക് അവിടെ കള്ളിച്ചിറ എന്ന സ്ഥലത്തെത്തി കർമ്മം നിർവഹിച്ച് പിന്നെ തിരിച്ചു വരുന്ന ഒരു കോലം. വേറൊരു പ്രത്യേകത, ഒരു നയാ പൈസ പോലും ദക്ഷിണയായി സ്വീകരിക്കാത്ത ഏക തെയ്യക്കോലാണ്. നമ്മുടെ നാടിൻ്റെ നിധി സൂക്ഷിപ്പുകാരനെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോഴേ ആളുകൾ സംസാരിക്കൂല എന്തോന്നു ഇല്ല, വേറെ ജനങ്ങളുമായിട്ട് അത് ജനങ്ങളായിട്ട് ഭക്തജനങ്ങളായിട്ട് തെളിച്ചില്ല. നേരിട്ട് ഒരു ഇടപഴകുമില്ല, ഒന്നുമില്ല. പ്രഥമ സ്ഥാനികന്മാരോട് അതും ഒരു ഇടപെടൽ മാത്രമേ ഉള്ളൂ. ഭൂതം തെയ്യക്കോലം വിശദമായി എല്ലാവരോടും സംസാരിക്കില്ല. അപ്പോഴെപ്പോഴും കയ്യിലൊരു ദണ്ടുണ്ടായിരിക്കും അല്ലേ? അതാത് കൊല്ലം ഒരു പ്രത്യേക മരത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു മരതണ്ണാണ് അതും കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. അത് ഒരു കയ്യിൽ മരതണ്ണും മറുകയിൽ കോഴിയും ആയിട്ടാണ് ഈ കിലോമീറ്ററുകളോളം താണ്ടിയുള്ള യാത്ര. അതിസാഹസിക യാത്രയാണ്. മഴയെന്നോ വേനലെന്നോ കാടെന്നോ മലയെന്നോ ഒന്നുമില്ല. ആ നിശ്ചിത വഴിയിൽ മാത്രമേ പോവുള്ളൂ. തിരിച്ചു വരുന്നതും അതേ വഴിയിൽ തന്നെ. ഇപ്പോഴത്തെ പോലെ അല്ല, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരുപാട് വികസനം വരുന്നതിന് മുന്നൊക്കെ ഇതേ രീതി തന്നെ തുടർന്നു. അത് എപ്പോഴും തുടരുന്നില്ല, ഇന്നും അതിൽ മാറ്റമൊന്നുമില്ല. ചിട്ടകൾക്കും കർമ്മങ്ങൾക്കും ഒന്നും മാറ്റം ഇല്ല. എന്തായാലും ഇവിടുത്തെ നമ്മുടെ കലശക്കാരെന്ന് വിളിക്കുക, സ്നേഹത്തോടുകൂടി ചന്ദ്രാട്ടെന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രാട്ടന് ഇനിയും ഏറെ ഇവിടുത്തെ കലശക്കാരനായി തുടരാൻ വേണ്ടി ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദേവാ ശ്രീരാജരാജേശ്വരനേ നാഗവിഭൂഷിത